Hi friends, എല്ലാവർക്കും PINNACLE അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ചാപ്റ്ററിൻ്റെ. ഓക്കെ, നമ്മൾ ആ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ലെക്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മതി അതിനകത്ത് ഓരോന്ന് കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിനെ കുറിച്ച് റിവിഷൻ മോഡലാണ് നമ്മളിപ്പം ഈ ലെക്ചറിനകത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആ ഫസ്റ്റ് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം അതാണ്, എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ എങ്ങനെയാണ് ഫോം ചെയ്തത്, ടേം വരുന്നത് നമുക്ക് റൂട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കുന്നത് പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന സാധനമാണ് റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ടിനകത്ത് പോസിറ്റീവ് നമ്പർ വരാം, 0 വരാം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് നമ്പർ വരുന്ന കാര്യം നമ്മൾ ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. ഈ വരുന്ന വർഷങ്ങളായിട്ട് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചതിനകത്ത് ഒരിടത്ത് പോലും റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന കാര്യം ഒരിടത്ത് പോലും നിങ്ങൾക്ക് പറയുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞ സാഹചര്യം ഉണ്ട് എങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്, റൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും റൂട്ടിനകത്ത് എന്തൊക്കെ വരാം, പോസിറ്റീവ് വരാം. അതായത് ഇപ്പം റൂട്ടിനകത്ത് വരുന്ന വാല്യൂ ഇപ്പോൾ റൂട്ട് 4 ആണെങ്കിൽ ഉത്തരം 2 ആണെന്ന് നമുക്കറിയാം, റൂട്ട് 9 ആണെങ്കിൽ 3 ആണെന്നറിയാം, ഇപ്പോൾ റൂട്ട് 0 ആണെങ്കിൽ നമുക്ക് എന്തറിയാം, 0 എന്നറിയാം. അപ്പോൾ റൂട്ടിനകത്ത് പോസിറ്റീവ് വാല്യൂ ആണ് വരുന്ന ഉത്തരം ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ റൂട്ടിനകത്ത് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് എല്ലാം പറഞ്ഞിരിക്കുന്നതിന് വാല്യൂ ഇല്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വാല്യൂ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് അതൊരു നമ്പറാണ്. ആ നമ്പർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുവാണെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ല. മാക്സ് എറർ എന്നാണ് വരുന്നത്. വെച്ചാൽ നമ്മളിപ്പം കാൽക്കുലേറ്ററിൽ കഴിച്ച് നോക്കുകയാണെങ്കിൽ മാക്സ് എറർ എന്നാണ് ഫോം ചെയ്തോളൂ. സോ അതിന് വേണ്ടി നമ്മൾ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ലെറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. റൂട്ടിനകത്ത് ഒരു നെഗറ്റീവ് വരുവാണെങ്കിൽ ആ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന ലെറ്ററാണ് റൂട്ട് -1 = I. ഓക്കെ, ഒരു കാര്യം കത്തിക്കാണും, റൂട്ടിനകത്ത് പോസിറ്റീവ് വരാം, 0 വരാം. സോ അതിനൊക്കെ വാല്യൂ ഉണ്ട്. പക്ഷേ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, റൂട്ടിനകത്ത് നെഗറ്റീവ് എന്നൊരു വാല്യൂ വന്നാൽ അതിനെ I എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡീഷനായിട്ട് മറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിനകത്ത് I എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഉണ്ട് എങ്കിൽ ആ നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം കത്തിയെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ്. ഇപ്പോൾ റൂട്ട് -1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, I എന്ന് പറയുന്നത്. ഈ റൂട്ട് ഈ ഈക്വൽ സൈഡിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും, I² എന്നാകും. സോ I² എന്തായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചേക്കുക. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് I² വാല്യൂ -1 ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കലായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ റൂട്ട് -1 പകരം I എന്ന വാല്യൂ ഇട്ട് കൊടുക്കലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനം ശ്രദ്ധിച്ച് നോക്കുക. എങ്ങനെയാണ് I എന്ന് പറയുന്ന സാധനം ഫോം ചെയ്തതെന്ന് വെച്ചാൽ റൂട്ട് -1 നമ്മൾ എന്ത് I എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ റൂട്ട് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും, സ്ക്വയർ ആയിട്ട് മാറും. സോ I² എന്തായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് Z. സോ Z = A + IB. ഇതാണ് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി പറയുകയാണ്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോർമുലയാണ് Z = A + IB. അപ്പോൾ ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത് രണ്ട് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് A ഉണ്ട്, മറ്റെന്തുണ്ട്, B ഉണ്ട്. ആ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് എല്ലാ നമ്പേഴ്സും വരുന്ന റിയൽ നമ്പർ. സോ എയും ബി എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ്. റൂട്ടാകാം, നെഗറ്റീവ് നമ്പർ ആകാം, പോസിറ്റീവ് നമ്പർ ആകാം, ഇൻറ്റിജേഴ്സ് ആകാം, പോയിൻ്റ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, എയും ബി എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി എയെ പറയുന്ന മറ്റൊരു പേരാണ്, എ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിയൽ പാർട്ട്. എന്തായിരിക്കും, റിയൽ പാർട്ടായിരിക്കും. ഈ ഐയുടെ കൂടെ വരുന്ന വേരിയബിളായിട്ടുള്ള ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമാജിനറി പാർട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ Z = A + IB എന്നാണ്. സോ A + IB എന്ന് പറയുന്നതിനകത്ത് എയും ബിയും എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഈ എയെ പറയുന്ന മറ്റൊരു പേരാണ് റിയൽ പാർട്ട്, ബിയെ പറയുന്ന പേരാണ് എന്ത്, ഇമാജിനറി പാർട്ട്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു കോംപ്ലക്സ് നമ്പർ തരുന്നു, ഫൈൻഡ് ദ റിയൽ പാർട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഇമാജിനറി പാർട്ട് എന്ന് ചോദിക്കാം. നമുക്ക് നോക്കി കണ്ടുപിടിക്കണം റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്ന്. അതായത് I എന്ന് പറയുന്ന വേരിയബിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ല, I ഇല്ലാത്ത ടേമിനെ പറയുന്ന പേരാണ് റിയൽ പാർട്ട് എന്നും I ഉള്ള ടേമിനെ പറയുന്ന പേരാണ് എന്ത്, ഇമാജിനറി പാർട്ട് എന്നും പറയണം. അപ്പോൾ വിത്ത് സൈൻ കൂടെ പറയണം കേട്ടോ. ഇമാജിനറി പാർട്ടൊക്കെ എല്ലാം പറയുമ്പോൾ സൈൻ കൂടെ പറയണം. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ അത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, Z =
3 മൈനസ് 2i എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? a ഈക്വൽ ടു 3 ആയിരിക്കും. ഇമാജിനറി പാർട്ട് b എന്ന് പറയുന്നത് 2 എന്ന് എഴുതി വെക്കൽ കാരണം തെറ്റാണ്. കാരണം ഇത് സൈൻ പറയണം, നമ്മളിവിടെ പ്ലസ് ആണ്, നമ്മൾ പ്ലസ് വെച്ച് പറയുന്നത്. ഇവിടെ ഇമാജിനറി പാർട്ട് എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന കാര്യം നോക്കണം. ഇനി നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കോംപ്ലക്സ് നമ്പറിനെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ കൂട്ടുന്ന എങ്ങനെ നോക്കണം, ഗുണിക്കുന്ന നോക്കണം, കുറയ്ക്കുന്ന നോക്കണം. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും വലിയ പാടൊന്നുമില്ല മക്കളെ. z ഈക്വൽ ടു a പ്ലസ് ഐ ബി ആണ്. സോ z1 എന്ന് പറയുന്ന സാധനം a പ്ലസ് ഐ ബി ആണ്. z2 എന്ന് പറയുന്നത് എന്താണ്? c പ്ലസ് ഐ ഡി ആണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടണം. z1 പ്ലസ് z2 അല്ലെങ്കിൽ z1 പ്ലസ് ഓർ മൈനസ് z2 എന്ന് വെച്ചാൽ അർത്ഥം എന്തായിരിക്കും? a പ്ലസ് ഓർ മൈനസ് c, അടുത്ത എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ഡി പ്ലസ് ഓർ മൈനസ് ബി എന്ന് വരും. സോ ഇങ്ങനെ വലുതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ആ പ്ലസ് ഓർ മൈനസ് കൊടുത്തുകൊണ്ട് മാത്രമേ എഴുതുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കാണാൻ ഒരു കൺഫ്യൂഷനൊക്കെ ഫോം ചെയ്യും. സോ അത് വേണ്ട, വിട്ടേക്കാതാണ്. ഇങ്ങനെ വരും z1 പ്ലസ് z2. എങ്ങനെയാണ് രണ്ട് തമ്മിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടതെങ്കിൽ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? a പ്ലസ് സി പ്ലസ് ഐ എങ്കോമ എടുക്കുക, ഡി പ്ലസ് ബി. ഇത്രയേ ഉള്ളൂ കൂട്ടുന്ന കാര്യം. റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ അടുത്ത് കുറയ്ക്കാനാണെങ്കിൽ z1 മൈനസ് z2 ആണെങ്കിൽ അതുപോലെ തന്നെ എന്ത് റിയൽ പാർട്ട് തമ്മിൽ മൈനസ് ചെയ്യുക, പ്ലസ് ഐ ഇൻറ്റു എന്ത് മൈനസ് ചെയ്യുക? ബി മൈനസ് ഡി. തിരിച്ചാണ് കേട്ടോ. കേട്ടോ, നമ്മൾ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? z1 നിന്ന് z2 ആണ് കുറയ്ക്കുന്നതെങ്കിൽ b മൈനസ് ഡിയും, z2 നിന്ന് z1 ആണ് കുറയ്ക്കുന്നതെങ്കിൽ d മൈനസ് ബിയും വരും, a മൈനസ് ഡി. നമ്മൾ മണ്ടക്ക് വരെ തിരിച്ചെഴുതുക. കാരണം ആഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്താൽ പോരെ, അതിന് വിഷയമൊന്നുമില്ല. പക്ഷേ കുറയ്ക്കാൻ നേരത്തെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കുറയ്ക്കുമ്പോൾ അതിൻ്റെ സൈൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണമുണ്ട്. അപ്പോൾ കൂടുതൽ ഇത്രയേ ഉള്ളൂ. ഇനി ഗുണിക്കുക എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഗുണിക്കുകയാണെങ്കിൽ ഈ രണ്ട് ടേം ഓരോ ബ്രാക്കറ്റിനകത്ത് വരുന്നത്. ഇപ്പോൾ z1 ഇൻറ്റു z2 എന്നാണെങ്കിൽ a പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ടേമിനകത്ത് അതൊരു മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ഗുണിക്കുന്നു. ഇപ്പോൾ a ഇൻറ്റു സി, a സി പ്ലസ് a ഇൻറ്റു ഐ ഡി എന്ന് ഐ എ ഡി എന്ന് വരും, പ്ലസ് ഐ ഇൻറ്റു ബി സി പ്ലസ് അടുത്ത് ഐ ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു ഡി. ഐ ഇൻറ്റു ഐ എന്ത് വരും? ഐ സ്ക്വയർ എന്ന് വരും. ബി ഇൻറ്റു ഡി എന്ത് കിട്ടും? ബി ഡി എന്ന് വരും. സോ ഇക്വേഷൻ ഇങ്ങനെ വരും. എ സി പ്ലസ് ഇവിടുന്ന് ഐ കോമ എടുക്കുക, അല്ലെങ്കിൽ എ സി ഐ സ്ക്വയറിന് വല്ല നെഗറ്റീവ് മൈനസ് ബി ഡി എന്ന് വരും. പ്ലസ് ഇവിടെ ഉണ്ടെന്ന് ഐ കോമ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എ ഡി പ്ലസ് ബി സി എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. അത് നമ്മുടെ ആൻസർ എന്താണ്? z1 ഇൻറ്റു z2 ആണെങ്കിൽ. അപ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ വല്ലാണ്ട് പാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. രണ്ടും ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക, കുറയ്ക്കാൻ നേരത്തെ അതുപോലെ തന്നെ ഗുണിക്കാൻ നേരത്തും ആ ടീമിൻ്റെ അരിയിൽ തന്നെ ഗുണിക്കുക ചെയ്യുക. നമുക്ക് അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞ്, കൂട്ടുന്ന കാര്യം പറഞ്ഞ്, കുറയ്ക്കുന്ന കാര്യം പറഞ്ഞ്, ഗുണിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മോഡുലസ് ഓഫ് z എന്ന് വെച്ചാൽ ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും എന്ത്? മോഡുലസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് z എന്തായിരിക്കും? മോഡുലസ് ഓഫ് z ഈക്വൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ദെൻ നമ്മളിനി അടുത്ത പഠിക്കുന്ന ഒരു മോഡുലസ് ഓഫ് z പറഞ്ഞു. ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് z പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് z ഇൻവേഴ്സ് കാണണം. സോ z ഇൻവേഴ്സ് കാണണം. z ഇൻവേഴ്സ് എങ്ങനെ എഴുതുന്ന? 1/z എന്നല്ല എഴുതുന്നത് ആണല്ലോ. ഓക്കെ, 1/z എന്ന് എഴുതുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഇത് നോക്കിയിട്ട് ഇത് പറയുന്നത് മറ്റൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ z എന്ന് പറയുന്നത് a പ്ലസ് ഐ ബി ആണ് എങ്കിൽ കോംപ്ലക്സ് നമ്പർ z എന്ന് പറയുന്നത് a പ്ലസ് ഐ ബി ആണ്. നമുക്ക് ഇതിൻ്റെ കോഞ്ചിഗേറ്റ് കണ്ടുപിടിക്കാം. സോ അതിൻ്റെ കോഞ്ചിഗേറ്റ് z ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a മൈനസ് ഐ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. z എന്ന് പറയുന്നത് a പ്ലസ് ഐ ബി ആണ് ജനറൽ ഫോമിലെങ്കിൽ അതിൻ്റെ കോഞ്ചിഗേറ്റുള്ള z ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a മൈനസ് ഐ ബി ആയിരിക്കും. നെഗറ്റീവ് പ്ലസ് കൊണ്ട് നെഗറ്റീവായിട്ട് മാറും. അത്രേ ഉള്ളൂ. ബാർ അതിൻ്റെ കോഞ്ചിഗേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ വരുന്ന സൈൻ ഏതാണോ ആ സൈൻ മാത്രമേ മാറത്തുള്ളൂ കേട്ടോ. അല്ല അതിൻ്റെ ഫ്രണ്ടിൽ എക്ക് ഫ്രണ്ടിലുള്ള നെഗറ്റീവ് അല്ലെ അതൊന്നും മാറത്തില്ല. നടുക്ക് വരുന്ന സൈൻ ഏതാണോ ആ സൈൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ചേഞ്ച് ആകുള്ളൂ. മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ എന്താവും? മൈനസ് ആവും. അതാണ് കോഞ്ചിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇത്രയുള്ള കാര്യം. z ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1/z അല്ല z ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ കാണാപ്പാടാൻ പഠിക്കില്ല, മനസ്സിലാക്കി മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ z ഇൻവേഴ്സ് എന്താണ്? 1/z-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? z ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്ററിലാണ് വരുന്നതെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോണം, ഒരിക്കലും നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്റർ കിടക്കാനായിട്ട് പാടില്ല. നമുക്ക് എപ്പോഴും a പ്ലസ് ഐ ബി എന്ന ജനറൽ ഫോമിൽ കിട്ടണം. അപ്പോൾ ഐ എപ്പോഴും മുകളിലായിരിക്കണം. അങ്ങനെ ചിന്തിച്ചോണം, മനസ്സിലാക്കി വെച്ചേക്കുക. ഐ എന്ന് പറഞ്ഞ വേരിയബിൾ എപ്പോഴും എവിടെ ആയിരിക്കണം? ന്യൂമറേറ്ററിലായിരിക്കും. ഒരിക്കലും ഡിനോമിനേറ്റർ കിടക്കാൻ പാടില്ല. അങ്ങനെ ഡിനോമിനേറ്ററിലാണ് നിങ്ങളുടെ ഒരു ഐ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ വരുന്നതെങ്കിൽ അപ്പോഴേ എന്ത് ചെയ്യുക? അതിൻ്റെ കോഞ്ചിഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക.
then ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും I എന്ന് പറയുന്ന വേരിയബിൾ എപ്പോഴും ന്യൂമറേറ്ററിലായിരിക്കും, ഡിനോമിനേറ്റർ വരാനേ പാടില്ല. ഡിനോമിനേറ്റർ വന്ന് നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും എവിടെ ആയിരിക്കണം? ന്യൂമറേറ്ററിലായിരിക്കണം. അതുകൊണ്ട് താഴെ വരുന്നതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ Z താഴെ, അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്തുവാ? Z ബാർ കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യാം? അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? Z ബാർ ഡിവൈഡ് ബൈ Z ഇൻറ്റു Z ബാർ എന്ന് പറയും. അപ്പോൾ ഒരു Z, അതായത് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എന്തുവാ? Z ഇൻവേഴ്സ് ഈക്വൽ ടു Z ബാർ ഡിവൈഡ് ബൈ Z ഇൻറ്റു Z ബാർ എന്ന്. അപ്പോൾ അത് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. Z ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 1/Z ആണ്. Z വന്നേക്കുന്ന ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഒരിക്കലും I എന്ന് പറയുന്ന വേരിയബിൾ ഡിനോമിനേറ്റർ വരാൻ പാടില്ല. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ചെയ്താണ് എന്ത് വരുന്നത്? ഇക്വേഷനിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പം മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള 3 കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വെച്ചാൽ പോളാർ ഫോം ഉണ്ട്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, മൂന്നാമത്തെ സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ ഇക്വേഷൻസിൻ്റെ വേരിയബിൾ ആ രീതിയിലൊക്കെ ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് അതിനെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കണക്കുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ നേരത്തെ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ചാപ്റ്റർ ലെക്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത ലെക്ചർ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ചെയ്ത കണക്കുകളൊക്കെ അതിനകത്ത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിലും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്ത് പറയുക ഏതാണ് നിങ്ങൾക്ക് പാടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുത്തതിനകത്ത് ലെക്ചർ ഇടാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒന്നാമത്തെയാണ് പോളാർ ഫോം. ഓക്കെ, പോളാർ ഫോം. ഒരു പോളാർ ഫോം എന്ന് നോക്കാം. നമുക്ക് പോളാർ ഫോം എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. നമ്മുടെ Z ഈക്വൽ ടു A പ്ലസ് IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു ഫോമിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? പോളാർ ഫോം എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇതാണ്: Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. ഓക്കെ, ഇത്രയും കാര്യമുള്ള പോളാർ ഫോം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദ പോളാർ ഫോം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ എന്തായിരിക്കും? Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. അപ്പോൾ Z ഈക്വൽ ടു A പ്ലസ് IB എന്ന് പറയുന്ന എന്തിനെ? ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഏത് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു? പോളാർ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പോളാർ രൂപം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളെ. ഇപ്പോൾ A പ്ലസ് IB എന്ന് പറയുന്നതിനകത്ത് ഈ എയും ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സുകളായിരിക്കും. സോ ആണല്ലോ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സും വൈ പ്ലെയിനകത്ത് വരുന്ന കോർഡിനേറ്റുകളായിരിക്കും എയും ബി എന്ന് പറയുന്നത്. അതിനെ R, തീറ്റ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ പോളാർ കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോമ വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എങ്കിൽ R, തീറ്റ എന്ന് പറയുന്ന സാധനമാണ് എന്ത്? നമ്മുടെ പോളാർ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോളാർ കോർഡിനേറ്റിൻ്റെ രീതിയിൽ ആ പോളാർ കോർഡിനേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ആ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ A പ്ലസ് IB എന്ന സാധനത്ത് ഇവിടെ Z ഈക്വൽ ഏത് ഫോമായി? R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ആയില്ലേ? നോക്കി, ആറും തീറ്റയും മാത്രമേ ഇവിടെ ഉള്ളൂ, അതല്ലേ? അപ്പം ആ ആറിൻ്റെയും തീറ്റയുടെയും വേരിയബിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പോളാർ ഫോം എന്ന് പറയുന്നത്. അവിടെ പോളാർ ഫോം 6 കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് √A² പ്ലസ് B². അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിനെ അല്ലയോടെ ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ എന്ത് തന്നിരിക്കണം? കോംപ്ലക്സ് നമ്പർ തന്നിരിക്കണം. അപ്പോൾ R എന്താണ്? √A² പ്ലസ് B² ആണ്. സോ എയും ബിയും ഉണ്ട്, കണ്ടുപിടിക്കുക 6. ഈ √A² പ്ലസ് B² നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ പറഞ്ഞ മറ്റൊരു പേരുണ്ട്, എന്ത്? മോഡുലോസ് ഓഫ് Z. അപ്പോൾ മോഡുലോസ് ഓഫ് Zഉം R എന്താണ്? സെയിം ആണ്, √A² പ്ലസ് B² ആണ്. ഇനി അടുത്ത് തീറ്റ കണ്ടുപിടിക്കുന്ന നമുക്ക് 2 ഇക്വേഷൻസ് അത് പഠിക്കാനുണ്ട്. അതായത് R സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? എക്ക് ഈക്വലായിരിക്കും. അതുപോലെ R കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? ബിക്ക് ഈക്വലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത് R സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്ക് ഈക്വലായിരിക്കും, R കോസ് തീറ്റ എന്ന് പറയുന്നതായിരിക്കും ബിക്ക് ഈക്വലായിരിക്കും. R ഈക്വൽ √A² പ്ലസ് B². ദെൻ നമുക്ക് അടുത്ത് ഇനി പറയാൻ പോകുന്ന കാര്യം, നമുക്ക് 2 സാധനങ്ങൾ പഠിക്കാറുണ്ട്. ഒന്നാമത്തെ വെച്ചാൽ R കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? എക്ക് ഈക്വലായിരിക്കും. അതുപോലെ തന്നെ R സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? ബിക്ക് ഈക്വലായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തീറ്റ അല്ല ഇവിടെ മക്കളെ കണ്ടുപിടിക്കുന്നത്, ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ആൽഫ കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തീറ്റ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ മറ്റു പറയാൻ പോകുന്നത്, ഈ തീറ്റ എന്ന് പറയുന്ന സാധനത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് ചോദിച്ചത് ഫൈൻഡ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് Z എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ള ചിന്ത നിങ്ങൾ മാറി ഇരിക്കരുത്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന സാധനം തീറ്റയല്ല, എന്താ കണ്ടുപിടിക്കുന്നത്? ആൽഫയാണ്. ആൽഫയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തീറ്റ കണ്ടുപിടിക്കുന്നത്. അപ്പം അത് മനസ്സിലാകും. ആ ഈ ചെയ്യുന്ന കണക്കുകളൊക്കെ നമുക്ക് ആ ലെക്ചറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലെക്ചർ നിങ്ങൾ വ്യൂ ചെയ്താൽ മതി.
അപ്പം ആർ കോസ് തീറ്റ ഈക്വൽ ടു എയും ആർ സൈൻ തീറ്റ ഈക്വൽ ടു ബിയും. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആൽഫ കണ്ടുപിടിക്കും. ശേഷം അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കും? തീറ്റയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ മെത്തേഡാണ്. ആ മെത്തേഡ് നമ്മൾ നോക്കിയാൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നതിനകത്ത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ജനറൽ ഇക്വേഷൻ ഇസഡ് ഈക്വൽ എ പ്ലസ് ഐ ബി നമ്മൾ ഏത് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോളാർ ഫോം എന്ന രീതിയിലേക്ക് നമ്മൾ പോളാർ കോർഡിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക, ആറ് കിട്ടും, പിന്നെ തീറ്റ കണ്ടുപിടിച്ച് അത് എന്ത് ചെയ്യുക? ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു പോളാർ ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇസഡ് എഴുതാൻ മറക്കരുത്, ഒരിക്കലും മറന്നുപോലെ ഇക്വേഷൻ എഴുതാണ്ട് മറന്ന് പോകരുത്. ഇക്വേഷൻ എഴുതിയതിനു ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം, ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇസഡ് ആണ് കേട്ടോ. ചിലപ്പം ഈ ക്വസ്റ്റ്യന് ശേഷം മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ തരുമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല ആർ എന്തുവാണെന്ന് ചിന്തിച്ചിരിക്കല്. ആർ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇസഡിന് ഈക്വൽ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഇനി ഈ തീറ്റയ്ക്ക് പറയുന്ന പേര് ഒരിക്കലും മറന്നു പോകാൻ മനസ്സിൽ വെക്കുക. ഒന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നതായിരിക്കും ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്, രണ്ട് ഇതിലും ചോദിക്കാം. ഇവിടെ ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു, എ ആർ ജി ഓഫ് ഇസഡ് എന്ന് അവരോട്ടും ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. എ ആർ ജി ഓഫ് ഇസഡ്. ഈ എ ആർ ജി എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ് പറയുന്ന ഷോർട്ട് ഫോമാണ് എ ആർ ജി. അങ്ങനെ ചോദിച്ചാൽ എ ആർ ജി ഓഫ് ഇസഡ് ഫൈൻഡ് ചെയ്യാൻ. എ ആർ ജി എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക? ആർഗ്യുമെൻറ്റ് എന്താണ്? ഈ തീറ്റയായി പറഞ്ഞ പേരാണ് ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നെ ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമുണ്ട്. ആ റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ആർ ഇ ഓഫ് ഇസഡ് എന്നും പറയാം, ഐ എം ഓഫ് ഇസഡ് എന്നും പറയും. ആർ ഇ ഓഫ് ഇസഡ് എന്നും പറയാം, ഐ എം ഓഫ് ഇസഡ് എന്നും എന്തിനെ പറയാം? നമ്മുടെ ഈ റിയൽ പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ആർ ഇ ഓഫ് ഇസഡ് അല്ലെങ്കിൽ ഐ എം ഓഫ് ഇസഡ്. ആർ ഇ ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നും ഐ എം ഓഫ് ഇസഡ് എന്തായിരിക്കും? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് അർത്ഥം കേട്ടോ. നമുക്ക് നമ്മുടെ റിയൽ പാർട്ടിനെ പറയുന്ന ഷോർട്ട് ഫോമാണ് ആർ ഇ എന്നും, ഇമാജിനറി പാർട്ട് ഷോർട്ട് ഫോം ഐ എം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിന് ആ ഷോർട്ട് ഫോം, പിന്നെ ആർഗ്യുമെൻ്റ് രീതി. അപ്പോൾ പോളാർ ഫോം കഴിഞ്ഞ് നമുക്ക് അടുത്ത പറയാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമിൽ ഇതാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് നോക്കിയാൽ മതി, കോംപ്ലക്സ് നമ്പർ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെയും പറയണം, ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും പറയണം. സോ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമില. നിങ്ങൾ ജനറൽ ഫോമില വെച്ച് എന്ത് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ. ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ പഠിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അധ്യാപകരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ബി സ്ക്വയർ മൈനസ് 4ac പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന ഡിസ്ക്രിമിനൻ്റ് ടെസ്റ്റ് എന്ന പേരുണ്ട്. അത് മാത്രമല്ല, ബി സ്ക്വയർ മൈനസ് 4ac അവിടുത്തെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആണ് എങ്കിൽ എക്സിന് ഒറ്റ വാല്യൂ കാണത്തുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആണെങ്കിൽ എക്സിന് എത്ര വാല്യൂ ആണെന്നുള്ളൂ? ഒറ്റ വാല്യൂവേ കാണത്തുള്ളൂ. ഇനി ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എന്താണെങ്കിൽ പോസിറ്റീവ് ആണ് വരുന്നത്. ഉത്തരം എന്താണ്? പോസിറ്റീവ് ആണ് വരുന്നത്. എക്സിന് എത്ര വാല്യൂസ് ആണ്? 2 വാല്യൂസ് ആണ് എക്സിന്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എക്സിന് എന്തില്ല? നോ വാല്യൂ ഇല്ല എന്നാണ് അവിടെ പഠിച്ചതെങ്കിൽ. പക്ഷേ ഇവിടെ എന്തുണ്ട്? വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന സാധനം റൂട്ടിനകത്താണ്. ആ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ പണ്ട് വരെ വാല്യൂ ഇല്ല എന്ന് പഠിച്ചത്. അപ്പോൾ ആ നെഗറ്റീവ് വരുന്ന സാധനത്തിനാണ് നമ്മൾ ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഈ റൂട്ടിനകത്ത് വരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ കണക്ക് നമ്മൾ മറ്റ് ലെക്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പോയിൻറ്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ആഡ് ചെയ്യണം, പിന്നെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയാൽ മതി, ഇപ്പം റൂട്ടിനകത്ത് വരുന്ന സാധനം -7 ആണ് എന്ന് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന റൂട്ടിനകത്ത് നെഗറ്റീവ് വന്ന് എന്തില്ല എന്നാണ് വാല്യൂ വരിക. നമ്മൾ വെച്ച് നിർത്തിയിട്ട് അങ്ങ് പോകും. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എന്ന് പറയുന്നത് ഈ റൂട്ട് -7 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ എഴുതാം? റൂട്ട് -1 × 7 എന്ന് എഴുതാം. സോ റൂട്ട് -1 × 7 എന്തായിരിക്കും? റൂട്ട് 7 × റൂട്ട് -1 അല്ലേ അതിനർത്ഥം? റൂട്ട് -1 എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് -1 × 7 എന്ന് എഴുതാം. അതിനർത്ഥം എന്താണ്? റൂട്ട് 7 × റൂട്ട് -1 എന്നാ. സോ റൂട്ട് -1 നമ്മൾ എന്തെന്ന് പഠിക്കുന്നു? ഐ എന്ന് പഠിക്കുന്നു. നോക്കിയാൽ മതി. സോ അതിന് എന്ത് കൊടുക്കുക? ഐ എന്ന് കൊടുക്കുക. അപ്പോൾ റൂട്ട് 7 ഐ എന്ന് വരും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac അത് നെഗറ്റീവ് വന്നാൽ ആ വരുന്ന നെഗറ്റീവ് വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ എന്തും കയറി വരും, ഐയും കൂടെ വരും. അത് പ്രാവശ്യം നിർത്തും. അത്രേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ റൂട്ട് -24 എന്നാണ് വരുന്നത്, എന്തായാലും റൂട്ട് 24 ആയി. റൂട്ട് -36 എന്നാണ് വരുന്നത്, എന്തായാലും 36 ആയി. ഇത്രേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി. അപ്പോൾ വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കിയാൽ മതി. ഇനി അവസാനത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സ്ക്വയർ റൂട്ട് കാണും. അതായത് z ഈക്വൽ ടു a + ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്, നമ്മൾ ശ്രദ്ധിച്ച ടെക്സ്റ്റിലും നമ്മുടെ ലെക്ചറായിട്ടുള്ള വീഡിയോ നോക്കിയാൽ മതി. -7 - 24i എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാൻ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. a + ib ഈക്വൽ ടു എന്തെന്ന് വിളിക്കുന്നു?
-7 -24 ആയി, അതായത് റൂട്ട് -7 -24. പിന്നെ സ്ക്വയർ റൂട്ടല്ല കാണേണ്ടത്, സ്ക്വയർ റൂട്ട് നമ്മൾ റെപ്രസെൻ്റ് എന്താ -7 -24 ആയിരുന്നല്ലേ, അതും എന്ത് തന്നെ ഒരു A+AB അല്ലേ. ഈ എന്ത് ചെയ്യും, ഈ സ്ക്വയറിന് ഇപ്പുറത്തോളം എന്താക്കും, റൂട്ടിന് ഇപ്പുറത്തോളം എന്താക്കും, സ്ക്വയർ ആകും. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവസാനം മറ്റൊരു ഇക്വേഷൻ പഠിക്കാണ്ട് ആ ഇക്വേഷൻ കൊണ്ടെത്തിക്കും. ഇക്വേഷൻ കൊണ്ടെത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടെത്തിച്ച് കൊടുക്കുന്നത്. ഇക്വേഷൻ ഇതാണ്, a square plus b square the whole square equal to a square minus b square the whole square plus 2ab the whole square. Equation കാണുന്നത് a square plus b square the whole square equal to a square minus b square plus 2ab the whole square. ഇക്വേഷൻ വെച്ചാൽ നമ്മൾ a square plus b square ഇക്വേഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് a square minus b square ഇക്വേഷൻ ഉണ്ട്. അത് തമ്മിൽ സോൾവ് ചെയ്ത് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ ഉണ്ട്. സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എയും ബിയുടെയും വാല്യൂ ഇല്ലേ, ആ രണ്ട് വാല്യൂസ് കിട്ടുന്ന ആ വാല്യൂനെ പിന്നെ നമ്മൾ കോംപ്ലക്സ് നമ്പർ 2 രൂപത്തിൽ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ രീതി, ഈ ലെക്ചറിനകത്തല്ല നമ്മുടെ ഈ റിവിഷൻ പോലെ രീതി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിലെ കുറച്ച് മെയിൻ പോയിന്റ്സ് പറഞ്ഞു, അതെങ്ങനെയാണ് വരുന്നത്, അതുപോലെ ലെറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആ ചെയ്യുന്ന ഇപ്പോൾ പോളാർ ഫോം ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സ്ക്വയർ റൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റു ലെക്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ലെക്ചറുകളൊന്ന് വ്യൂ ചെയ്ത് നോക്കുക. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലും ആ കണക്കുകളും അതാണ് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് വ്യൂ ചെയ്യുക. ഇനി അതിനെക്കാട്ടി അധികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എന്താണ് ചെയ്യേണ്ടത്, അത് ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പറയുക.